നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എനിക്ക് വേണമെങ്കിൽ ക്ലബ്ബ് വിട്ട് പോകാമായിരുന്നു. 2 തവണ എനിക്കതിന് അവസരം കിട്ടി. അപ്പോൾ പക്ഷേ എന്നോട് പറഞ്ഞത് നിങ്ങൾ പോകരുത്, ഞങ്ങൾക്ക് നിങ്ങളെ വേണം എന്നൊക്കെയായിരുന്നു. ഓക്കെ, പക്ഷേ ഞാനിവിടെ തുടരുന്നത് എനിക്ക് ഈ ക്ലബിനോടൊപ്പം കിരീടങ്ങൾ ചൂടാൻ പറ്റും, ക്ലബിനെ പഴയ രൂപത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ്. ഞാൻ മറ്റൊരു വഴി തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ട്രോഫി ക്യാബിനറ്റിൽ ഒരുപാട് ട്രോഫികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഫുട്ബോൾ ലോകം കാണുക മറ്റൊരു തരത്തിലായിരുന്നേനെ. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ വാക്കുകളിൽ എവിടെയോ ഒരു നിരാശ നിഴലിക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ ചോദ്യം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് കളി തുടർന്നു അദ്ദേഹം. പക്ഷേ ഒരു ഘട്ടത്തിൽ, കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ ഘട്ടത്തിൽ നിങ്ങൾക്ക് പോണെങ്കിൽ പോകാമെന്ന നിലപാട് യുണൈറ്റഡിൻ്റെ തലപ്പത്തിരിക്കുന്നവർ എടുത്തത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്നും ബ്രൂണോ ഫെർണാണ്ടസ് തുറന്നു പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. ഇപ്പോഴിതാ ഫെർഡിനാൻഡോട് അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നു, നമ്മൾ സ്ട്രഗിൾ ചെയ്ത സമയത്ത് ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ തുടർന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ക്ലബിലുള്ള എല്ലാവരും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ് എന്നാണ്. തീർച്ചയായിട്ടും എൻ്റെ ലോയൽറ്റി എന്ന് പറഞ്ഞാൽ ടഫസ്റ്റ് പീരീഡിൽ ഞാൻ ക്ലബ്ബിൽ നിന്നു. എനിക്ക് 2 തവണ ക്ലബ്ബ് വിട്ടു പോകാനുള്ള അവസരമുണ്ടായിരുന്നു. അപ്പോൾ ക്ലബ്ബ് എന്നോട് പറഞ്ഞത് എന്താ, ഞങ്ങൾക്ക് നിന്നെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, യു ഗേവ് മീ സംതിങ്, ഐ വിൽ ഗിവ് യു സംതിങ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ തുടർന്നു. തീർച്ചയായിട്ടും ഞാൻ വളരെയധികം അവെയറാണ്. എനിക്ക് വേണമെങ്കിൽ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കാമായിരുന്നു, മറ്റൊരു പാത്തിലേക്ക് പോകാമായിരുന്നു. കൂടുതൽ കിരീടങ്ങൾ എനിക്കവിടെ വെച്ച് മറ്റൊരു വഴിയിലൂടെ പോയി നേടാൻ കഴിഞ്ഞേനെ. ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്നെക്കുറിച്ച്. ഒരു പക്ഷേ അപ്പോൾ വ്യത്യസ്തമായ രൂപത്തിൽ സംസാരിച്ചിരുന്നേനെ എൻ്റെ ക്യാബിനറ്റിൽ ഒരുപാട് ട്രോഫികൾ ഉണ്ടായിരുന്നെങ്കിൽ. എന്തായാലും ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തുടരുമായിരുന്നില്ല, ക്ലബ് എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ. അതായത് നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തണം, അതാണ് ലക്ഷ്യമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ തുടരുമായിരുന്നില്ല. ഇവിടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ട്രോഫികൾ വീണ്ടും നേടിയെടുക്കുക എന്നുള്ളതാണ്. മുമ്പ് ടീം നേടിയിട്ടുള്ള അതേ ട്രോഫികളിലേക്ക് എത്താൻ പറ്റണം, അത് തന്നെയാണ് ലക്ഷ്യമെന്നും ബ്രൂണോ ഫെർണാണ്ടസ് പറയുന്നു. ബ്രൂണോ കഴിഞ്ഞ കുറേ കാലമായിട്ട് യുണൈറ്റഡിൻ്റെ വിശ്വസ്തനായിട്ടുള്ള കളിക്കാരനാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ചെറിയ സങ്കടമൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു, കിരീടങ്ങളൊന്നും അത്രയധികമൊന്നും നേടാൻ കഴിയാത്തതിൽ. ഏതായാലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് ക്രൂഷ്യലായിരിക്കും എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം.